ഉം. നിങ്ങൾ രണ്ടാളും പ്രായപൂർത്തിയായവരല്ലയോ? രണ്ടാളും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുമ്പോ പോലീസിനും കോടതിക്കും എന്നാ ചെയ്യാൻ പറ്റും? നൈനാൻ സാറിന്റെ ഭീഷണിയൊന്നും വില പോയില്ല. അത് തടയാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. നൈനാൻ സാറിന്റെ കൂടെ ഉള്ളത് സർക്കാരിന്റെ പോലീസാ. അമ്മേരൊപ്പം നിൽക്കുന്നത് സ്നേഹമുള്ള മത്സ്യത്തൊഴിലാളികളാ. നിന്നൊരാപത്തിൽ നിന്ന് രക്ഷിക്കാൻ അവരെന്നാ ത്യാഗവേണമെങ്കിലും ചെയ്യും. എനിക്കാകെ പേടിയാവുന്ന അമ്മ. രജിക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ എനിക്ക് ജീവിതം ഉണ്ടാവത്തില്ല. എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റില്ല. ഞാനില്ലേ നിങ്ങളുടെ കൂടെ. കരയില്ലേ മോളെ, അമ്മയുണ്ട്. നിജയ്ക്ക് എന്നതാ ഒരു കുറവ്? നമ്മുടെ ഇടവകയില് 10ലും ഡിഗ്രിക്കും ഒക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് ആ കൊച്ചിനല്ലായിരുന്നു. ക്ലബ്ബുകാരെ വിളിച്ച് അവാർഡ് കൊടുക്കുന്ന പടം പത്രത്തിൽ വരെ വന്നതാ. കാണാനും കൊള്ളാം, പെരുമാറ്റവും കൊള്ളാം. നിനക്കാണെ അവളെ അറിയുകയും ചെയ്യാം. അമ്മച്ചോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുള്ളതാ കല്യാണക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന്. അതെങ്ങനാ? അപ്പച്ചൻ പറഞ്ഞ വേദവാക്യായിട്ട് അങ്ങോട്ട് എടുത്തിരിക്കുകയല്ലേ? അപ്പച്ചൻ പറയണത് ഈ കാര്യമില്ലേ? എന്നാത്തിനാ നീ അവളോട് ഇഷ്ടം കൂടാൻ പോയേ? ഞങ്ങൾ വല്ലവരും പറഞ്ഞോ? പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതേ പെണ്ണിനെ പ്രേമിക്കാനല്ല. കണ്ട് ഇഷ്ടപ്പെട്ട വീട്ടുകാർ തമ്മിൽ ആലോചിച്ചങ്ങ് തീരുമാനിക്കും, കല്യാണവും നടത്തും. ചിലപ്പോ നടന്നില്ലാന്നും വരും. പെണ്ണ് കാണുന്ന പെൺപിള്ളാരോടൊക്കെ ഇഷ്ടം കൂടിയാൽ എങ്ങനെയാ? അമ്മച്ചി പ്ലീസ്, ഇനി വേറൊരു പെണ്ണിനെ കുറിച്ച് എന്നോട് പറയണ്ട. നിജ മോശം പെണ്ണാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കെട്ടുന്നുണ്ടെങ്കിൽ റോസിനെ മാത്രമേ കെട്ടൂ. മോനെ, അമ്മച്ചി പറയുന്ന ഒന്ന് കേക്ക്. നീച്ചയുടെ അപ്പച്ചനുമായിട്ട് സംസാരിച്ച് ഉറപ്പിച്ചതുകൊണ്ടായിരിക്കും നിന്റെ അപ്പച്ചൻ ഈ കാര്യം പറഞ്ഞത്. നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ദേ, അമ്മച്ചി ഒന്ന് പോകുന്നുണ്ടോ? ഇനി കല്യാണക്കാര്യം പറഞ്ഞ അമ്മച്ചി എന്റെ മുറി വന്ന ഈ വീട്ടിലെ പൊറുതി ഞാൻ അവസാനിപ്പിക്കും. അയ്യോ എടാ മോനെ, എന്നാലും നീ തുടങ്ങി. ദേ, അമ്മച്ചി വെറുതെ കരഞ്ഞ് ബഹളം വെക്കണ്ട. ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറത്തില്ല. ഇനിയും നിർബന്ധിച്ച ഞാനങ്ങ് പോവും. കമ്പ്യൂട്ടർ സെന്ററിലെ ഓഫീസ് റൂമിലെ ഒരു കട്ടിലിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പച്ചന്റെ അമ്മച്ചിയുടെ വിഷമം കണ്ടാലും നിനക്ക് റോസിനെ തന്നെ മതിയല്ലയോ? ആ മതി, 100 വട്ടം മതി. അമ്മച്ചിക്ക് എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ മേലേ? ഇത്തവണത്തെ പെരുന്നാളിന് എത്രയോ അച്ചോ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നേ? അങ്ങനെ കൃത്യമായി കണക്ക് കൂട്ടി നടത്താൻ പറ്റുന്ന കാര്യമാണോ ഈ പള്ളി പെരുന്നാള്? അതങ്ങനെ ആണ്ടോടാണ്ട് നടന്നു പോവും. അച്യുതൻ നായരെ, ചെക്ക് ബുക്ക് കിട്ടിയില്ല. കത്രീനാമേ, ഞാൻ പിരിവെടുക്കാനൊന്നും അല്ല വന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടച്ചോ. ആ, അതെപ്പോഴും അങ്ങനെ തന്നെ. കാണുമ്പോ ഈ സ്തുതി പറയുന്ന ഏർപ്പാട് എനിക്ക് പിടിക്കത്തില്ല കേട്ടോ. ഒരൊറ്റ അച്ഛൻ ഇനി വേറെ സംഭാവന പിരിക്കാനൊന്നും നടക്കണ്ട. പള്ളിക്കാര്യം നേരെ വണ്ണം കഴിയണമെന്ന് ആഗ്രഹമുള്ളവര് കാശ് നേർച്ചപ്പെട്ടിയിലിടത്തില്ലയോ? ആ, തികയത്തില്ലയോ? പെയിന്റിങ്ങിനും വെള്ളമണൽ വിരിക്കാനും ഒക്കെ തികയും. വെടിക്കെട്ടിനും പെരുന്നാൾ സദ്യക്കും പിരിവെടുത്തേ ഒക്കത്തുള്ളൂ. ആ വെടിക്കെട്ടുകാരനെയും സദ്യ ഒരുക്കുന്ന ചാണ്ടിക്കുഞ്ഞിനെയും അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേര്. അത് രണ്ടും റോസ്മോളുടെ വക പള്ളിക്കുള്ള നേർച്ച. ഇനി എന്തോ ആവശ്യം? ഇനിയിപ്പോ വേറൊന്നുമില്ല. അല്ല, ഇത്രയും കാശ് കത്രീനാമ്മ ഒറ്റയ്ക്ക് വഹിക്കണോ? കർത്താവ് ആവശ്യം പോലെ എനിക്ക് തന്നിട്ടില്ലയോ? അതീന്നെടുത്ത് ചെലവാക്കുന്നത് എങ്ങനെയാച്ചോ എന്റെ കാശാവുന്നേ. ഇനി മുതല് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇങ്ങനെ തന്നെ മതിയച്ചോ. അപ്പോ ഞാൻ ഇറങ്ങട്ടോ. കണ്ണു തെറ്റിയാ കിടന്നുറങ്ങണ സ്വഭാവക്കാരനാ ലൂക്കോസ്. അച്ചോ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്നാ കത്രീനാമ്മേ? ഞാൻ റോസിന്റെയും റെജീനയും കല്യാണം നടത്താൻ പോവാ. ഇതെന്നെ വെള്ളരിക്കാ പട്ടണമാണോ? അച്ചോ, ഒന്ന് പതുക്കെ, ഞാൻ കാര്യമൊന്ന് പറഞ്ഞോട്ടെ. ചന്ത കാര്യമൊന്നും എനിക്ക് കേക്കണ്ട. എന്നാ പള്ളിക്കത് ചോര വിത്തിനാന്നോ കത്രീനാമ്മ ഒരുങ്ങുന്നേ? അച്ചോ, ഇത് പരമരഹസ്യ. എല്ലാരെയും അറിയിച്ച് അച്ഛൻ എന്നെ നാറ്റിക്കരുത്. അച്ഛന്റെ സഹായം ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ആശ നടക്കത്തില്ല. അച്ഛൻ കൂടെ നിന്ന
ആരും അറിയാതെ റെജിയുടെ കയ്യിൽ റോസിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും. ഇതിനാന്നോ 50,000 ചെക്ക് എഴുതി തന്നേ? എത്രയാമത് പിടിച്ചാട്ടെ. അവര് രണ്ടാളും ഒന്നിച്ച് ജീവിക്കാൻ ഒത്തിരി ആശിച്ചു നിൽക്കൂ അച്ചോ. ഞാൻ റെജിയോട് നേരിട്ട് ചോദിച്ച് എല്ലാം ഉറപ്പിച്ചു. റോസിനെ അല്ലാതെ വേറൊരു പെണ്ണിനെ അവൻ കെട്ടുകയില്ല. റോസിന്റെ നിലപാടും അത് തന്നെയാ. നൈനാൻ സാറിന്റെ വാശിക്ക് മുന്നിൽ പാവം കുഞ്ഞുങ്ങളുടെ ജീവിതം നശിച്ചു പോണോ? അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. രഹസ്യമായിട്ടാണെങ്കിലും അത് നടത്തി കൊടുക്കേണ്ടത് ഒരു പുണ്യകർമ്മമല്ലേ അച്ചോ. എനിക്ക് ഇക്കാര്യത്തിൽ ഒരു വാശിയുമില്ല. അച്ഛൻ വേണേ സ്വകാര്യമായിട്ട് റെജിയെ വിളിച്ചൊന്ന് ചോദ്യര്. ഞാൻ പറഞ്ഞു തന്നെ അവനും പറഞ്ഞതെങ്കിൽ അച്ഛൻ എന്റെ കൂടെ നിൽക്കണം. അച്ഛനുണ്ടെങ്കിലേ എനിക്കിത് ഭംഗിയായി നടത്താൻ ഒക്കത്തുള്ളൂ. പിള്ളേരുടെ മനസ്സ് ഉറച്ചു തന്നെ അല്ലയോ? അതെ അച്ചോ. ഇനി ഞാനും കൂടി എതിർത്താലും ശരി, അവരൊരുമിച്ചേ ജീവിക്കത്തുള്ളൂ. അങ്ങനെയാന്നേ ഞാൻ കൂടെ ഉണ്ട് കത്രീനാമേ. ഏതവനാ എതിർക്കാൻ വരുന്നത് എനിക്കൊന്ന് കാണണം. കുറെ അടിയറയൊക്കെ പണ്ട് ഞാനും പഠിച്ചതാ. പക്ഷേ ഇത് രഹസ്യമായിട്ടേ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അച്ഛനിത് വേറെ ആരോടും പറയരുത്. ആരോടും പറയാതെ എങ്ങനെ കല്യാണം നടത്തുന്നേ? ഇടവക്കാരോട് ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചറിയിക്കണ്ടായോ? അതിനൊക്കെ അച്ഛൻ തന്നെ ഒരു വഴി കണ്ടുപിടിക്കണം. ഞാൻ നാളെ മേടയിലോട്ട് വരാം. എങ്കിൽ ഞാൻ ഇറങ്ങുവാ. ചായ. ഇച്ചായ, എത്ര കാലമെന്ന് വെച്ചാ ട്രീസ ഇങ്ങനെ നിർത്തുന്നേ? എന്ന് വെച്ചാ ഞാൻ പറഞ്ഞു അവളോട് ഇങ്ങനെ നിൽക്കാൻ. ഇരുന്നോട്ടെ അവള്. ഈ വീട്ടിലൊരു സീറ്റിനാണോ പഞ്ഞം? ഓ, എന്തൊരു തമാശ. ഞാൻ ചിരിക്കണോ? ദേ, സ്വന്തം മോളുടെ കാര്യത്തില് അല്പം മനസാക്ഷിയോടെ സംസാരിക്കണം. ഭർത്താവ് ആക്സിഡന്റ് മരിച്ചുപോയത് അവളുടെ കുറ്റമാണോ? ചത്തത് ആരുടെയും കുറ്റമല്ല. പക്ഷെ അവക്ക് കൊടുത്തതൊക്കെ എന്നോടോ നിന്നോടോ ചോദിക്കാതെ അവന്റെ പേരിൽ എഴുതി കൊടുത്തത് കുറ്റം തന്നെ. അതൊക്കെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു ചോദിക്കായിരുന്നു. ഇപ്പൊ എല്ലാം വിറ്റ് തൊലച്ച് വല്ലവന്റെ കക്ഷത്തിലിരിക്കല്ലേ. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയത് വല്ലവന് അനുഭവിക്കുന്ന കാണുമ്പോ ദണ്ണം ഉണ്ടടി എനിക്ക്. എന്റെ ഇച്ചായ, നമ്മുടെ മോക്ക് തെറ്റ് തന്നെ പറ്റിയത്. പക്ഷേ അതിന്റെ പേരില് ജീവിതകാലം മുഴുവൻ അവളെ കണ്ണീര് കുടിപ്പിക്കണോ? കർത്താവിന്റെ മുന്നിൽ. ആ മതി മതി, കർത്താവിനെ പിടിച്ച് ഇതിന്റെ ഇടയിൽ തിരികണ്ട. ഇനി മുതല് ട്രീസായുടെ സ്വത്തുകാര്യമൊന്നും ഞാൻ പറയത്തില്ല. പോരായോ? അത് മാത്രം പോരിച്ചായ. അവക്ക് പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കെട്ടിച്ചു വിടണം. ദേ, രാവിലെ തന്നെ എന്റെ തനിനിറ പുറത്തടുപ്പിക്കില്ലോട്ടോ നീ. ഇനി ഒരു കെട്ട് നടത്തി മുടിപ്പിക്കാനാ നിന്റെ ഭാവം. എഴുന്നേറ്റ് പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. ഇച്ചായ, ഒന്ന് പതുക്കെ. ഞാൻ പറയുന്ന ഒന്ന് കേട്ടേ പറ്റത്തുള്ളൂ. ഒരാണിന്റെ കൂടെ ജീവിക്കേണ്ട പ്രായം അവക്ക്. ഒരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ അതിനെ നോക്കിയും കണ്ടും കഴിയുമ്പോ വേറൊരു ചിന്തയും വരത്തില്ലായിരുന്നു. ഇനിയിപ്പോ ചേരാത്ത വല്ല ബന്ധത്തിലും ചെന്ന് പെട്ടാ ഇച്ചായന് തന്നെ അതിന്റെ അപമാനം. അതെന്നാടി അങ്ങനെ പറയാൻ? വേറൊന്നും അല്ല, ഈയിടെയായിട്ട് ഫോണിലുള്ള ചിരി സംസാരമൊക്കെ ഇത്തിരി കൂടുതലാ അവക്ക്. കുറ്റം പറയാനൊക്കുകയല്ല. അതാ ഞാൻ പറഞ്ഞേ, ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച്. ഓ, വരുന്നുണ്ട് സയനൈഡ്. എന്നതാടാ മോനിച്ച, ബോട്ടിയാട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല മുതലാളി. പ്രശ്നം ഉണ്ടാക്കാൻ എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ടേക്കുന്നില്ല. നീ ഇപ്പൊ എന്നാടാ വന്നേ? കാര്യം പറ. ഞാൻ ഇന്നലെ റോസ് ഗാർഡിന്റെ മുന്നിലൂടെ കടപ്പുറത്തോട്ട് പോവുകയായിരുന്നു. അപ്പോ നൈനാൻ സാറിന്റെ മോൻ റെജി കാറ് ഓടിച്ച് റിസോർട്ടിനകത്തോട്ട് പോണം. ഇതെന്നാ കൂടോത്രമാണെന്ന് ഓർത്ത് ഞാനൊന്ന് ഞെട്ടി. എങ്കിൽ പിന്നെ കാര്യം എന്താണെന്നറിയാതെ പറ്റത്തില്ലാന്ന് ഞാനും. അപ്പൊ റിസോർട്ടിന്റെ കിഴക്കേ അറ്റത്തുള്ള തെങ്ങിലോട്ട് ഞാനങ്ങ് വലിഞ്ഞു കയറി. അപ്പോഴെന്നാ എന്നതാ
കത്രീനാമ്മയും റെജിയും തോട്ടത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. റെജി തന്നെ ആന്നോ അതോ നിനക്ക് തെറ്റിയോ? എന്റെ മുതലാളി, നയനാൻ സാറിന്റെ മോൻ റെജിയെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയാണോ ഞാൻ? കൈയും കാലും കഴിച്ച് തെങ്ങിന്ന് ഇറങ്ങുന്നവരെ അവര് സംസാരം തന്നെയായിരുന്നു. എങ്കിലിത് നയനാനെ വിളിച്ച് പറയാതെ പറ്റത്തില്ല. പാമ്പിന്റെ മാളത്തിലോട്ട് കീരി കയറി ചെന്നെങ്കിൽ അതിന്റെ പിന്നിൽ കാര്യമായിട്ട് എന്തെങ്കിലും കാണും. കറിയാച്ചനാന്നേ. കത്രീനയുമായിട്ട് ഒത്തുതീർപ്പിന് വേണ്ടി റെജി ഇന്നലെ റോസ് ഗാർഡൻസിലേക്ക് അയച്ചിരുന്നോ? കറിയാച്ചനെന്നാ തലയ്ക്ക് വട്ട് പിടിച്ചോ? ആ, തന്റെ തലയ്ക്ക് കുഴപ്പമൊന്നും പറ്റാതെ നോക്കിയാ മതി. ഇന്നലെ റെജി റിസോർട്ടിൽ ചെന്ന് കത്രീനയുമായിട്ട് ഒത്തിരി നേരം സംസാരിച്ചു. അത് നേരിട്ട് കണ്ട ആളാ എന്നോട് വന്ന് പറഞ്ഞത്. താൻ റെജിയോട് തന്നെ ചോദിര്. അങ്ങനെ പുകയറ്റടോ, അങ്ങനെ പുകയട്ടെ. റെജി, റെജി ഇറങ്ങി വേണ താഴേക്ക്. എന്നതാ എന്നതാ ഇച്ചായ? എവിടെയാണ് നിന്റെ പുന്നാര മോൻ? വിളിക്കവനെ. അവന്റെ ഒരു റൊമാൻസ്. നോക്ക്, നമ്മുടെ വീട്ടിലെ അഭിനവ റോമിയോ ഇറങ്ങി വരുന്നത് കൺകുളർക്കെ ഒന്ന് കാണടി. ഈ നാട്ടിൽ 100 കോടി ജനങ്ങൾ ഉണ്ടായിട്ടെന്താ? എന്റെ പുന്നാര മോന് പ്രേമിക്കാൻ ആ വെളുത്ത പിശാചിന്റെ മോളെ മാത്രമേ കിട്ടിയുള്ളൂ. അതെങ്ങനെ നന്നാവത്തില്ലെന്ന് ബൈബിളിൽ തൊട്ട് സത്യം ചെയ്തിട്ടില്ലയോ നിന്റെ പുന്നാര മോൻ നടക്കുന്നത്? നിങ്ങൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ? തോന്നുമ്പോ ഓരോ വെളിപാടുമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. നിന്നോടല്ലടി, അവനോടാണ് എനിക്ക് സംസാരിക്കേണ്ടത്. ഇങ്ങോട്ട് വാടാ. അപ്പച്ചൻ ഇത് എന്നെ ഭാവിച്ച റോസിന്റെ കാര്യമാണ് അപ്പച്ചൻ എന്നോട് പറയാനുള്ളെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. സോറി. മക്കളൊന്നും നിന്നേ. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് റോസിന്റെ കാര്യമല്ല, അവിടെ തള്ളയുടെ കാര്യമാ. എന്താ മോനിനെ ആ വെളുത്ത കത്രീനെ അറിയത്തില്ല എന്നുണ്ടോ? കണ്ടോടി, അവന്റെ നാക്ക് ഇറങ്ങിപ്പോയത് കണ്ടോ? അവനിപ്പം നിന്നേക്കാൾ സ്നേഹം കത്രീനയോടാ. അമ്മച്ചീന്ന് വിളിച്ച വെള്ളപ്പിശാചിന്റെ പുറകെ തേരാപ്പേര നടക്കുകയല്ലേ അവൻ. ഇച്ചായൻ എന്നാത്തിനാ വെറുതെ കെട്ടുകഥകൾ ഉണ്ടാക്കുന്നേ? കത്രീനയുടെ മോടേം പുറകെ നടക്കാനൊന്നും എന്റെ റെജിമോൻ പോവത്തില്ല. എന്നതാ നീ പറഞ്ഞേ? നിന്റെ റെജിമാൻ പോവത്തില്ലെന്നോ? എങ്കിലവൻ എന്റെ മുഖത്ത് നോക്കി പറയട്ടെ, പോയിട്ടേ ഇല്ല എന്നോ? പറയടാ. തോന്നുമ്പോ അവിടെ കയറി നിരങ്ങാനേ നിനക്കത് സ്ത്രീധനമായി തരാന്ന് പറഞ്ഞോടാ അവിടുത്തെ പിശാച്. ഓ, അപ്പച്ചനും നിർത്തുവോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ മെക്കിട്ട് കയറിക്കോളും. ഓ എന്റെ കർത്താവേ, നിങ്ങൾ രണ്ടാളും മാത്രമല്ല അപ്പനും മോനുമായിട്ട് ഈ കോളനി ജീവിക്കുന്നത്. അയലൂക്കക്കാർ ഇത് കേട്ട് ചിരിക്കാൻ ഇട വന്നാലേ ഞാൻ പിന്നെ ജീവിച്ചിരിക്കല. കെട്ടി തൂങ്ങി ഞാനെങ്കിൽ ചത്തുകളയും. മിക്കാറും അത് തന്നെ വേണ്ടി വരും. ഇവൻ ദിവസവും 3 നേരവും കത്രീന ഗാർഡൻസിൽ ചെന്ന് കത്രീനെ നമസ്കരിക്കാ. ഇപ്പോ നോക്കണ്ട, നിന്നെ കണ്ടവരാ എന്നോട് പറഞ്ഞത്. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേക്കുന്നേ? എടാ റെജി, അപ്പൻ നീ പറയുന്ന നേരാണോടാ? എടാ പറയാൻ, നീ കത്രീനെ ചെന്ന് കാണാറുണ്ടോ? അപ്പച്ചനോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നെ? ഞാനങ്ങ് പോയിട്ടില്ല. നീ കത്രീനയുടെ റിസോർട്ടിൽ പോയത് കണ്ടവരുണ്ട്, അവരോട് മണിക്കൂറുകളോളം സംസാരിച്ചതും കണ്ടവരുണ്ട്. അല്ല, എന്നതാണ് ഇത്രയായിട്ട് സംസാരിക്കാൻ? എനിക്ക് അവരോട് പലതും സംസാരിക്കാൻ കാണും. അപ്പച്ചൻ എന്നാത്തിന് അതിൽ ഇടപെടുന്നേ? ഞാൻ അവരെ ഇനിയും കാണും, റോസിനെ തന്നെ കെട്ടുകയും ചെയ്യും. നീ എന്താടാ പറഞ്ഞ? അപ്പച്ച, എന്താ മോളെ? ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോ കണ്ട അപ്പച്ചനല്ല ഇപ്പോ. നിമ്മിയോ അത് പറഞ്ഞു. എന്നാ അപ്പച്ച, എന്നതാ പറ്റേ? മോക്ക് ചുമ്മാ തോന്നുന്നതാ, അതല്ലാതെ വേറെ ഒന്നും. കള്ളം പറയാൻ നോക്കണ്ട. എന്നതാണേലും എന്നോട് പറ അപ്പച്ച. അമ്മച്ചിയാണോ പ്രശ്നം? അല്ല മോളെ. പിന്നെ എന്നതാ? മക്കൾ അറിയാതെ ഒരു രഹസ്യമില്ലെന്ന് അപ്പച്ചനല്ലേ എപ്പോഴും പറയാറ്. എന്നിട്ടിപ്പോ ആരോടൊന്നും മിണ്ടാതെ ഒറ്റയ്ക്കിങ്ങനെ. ഒരു പ്രയോജനമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് എന്നാ മോളെ? ചിലതൊക്കെ അങ്ങനെയാ, നമ്മൾ അറിയാതെ സംഭവിക്കും. പശ്ചാത്തപിക്കാൻ പോലും കർത്താവ് സമയം തരികയില്ല. അതുകൊണ്ട് പറയാതിരിക്കല്ലേ നല്ലത്. അപ്പച്ചനിപ്പോ എന്നെ വിശ്വാസമില്ലാതായോ? അതോ അമ്മച്ചി പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം എന്നാണോ?
ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചെന്നൈയിലേക്ക് തന്നെ തിരിച്ചു പോവുക. വീട്ടിൽ സന്തോഷ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ വീട് എല്ലാത്തിനും അപ്പച്ച. മോളെ, അപ്പച്ച പ്ലീസ്, എന്നതാണേലും എന്നോട് തുറന്നു പറ. അപ്പച്ചന്റെ മനസ്സെങ്കിലും ഒന്ന് തണുക്കുമല്ലോ. മോള് സത്യം ചെയ്, അപ്പച്ചന്റെ കൈ തൊട്ട്. പറയാൻ പോണ കാര്യം വേറെ ആരും അറിയാൻ പോണില്ല, സത്യം ചെയ്. അപ്പച്ചന്റെ തല തൊട്ട് തന്നെ സത്യം ചെയ്യാം. കർത്താവാണ്, അപ്പച്ചൻ പറയുന്ന കാര്യം ഈ മോൾ ആരോടും പറയുകയല്ല. 100 വട്ടം സത്യം. അപ്പച്ചൻ കത്രീനെ കാണാൻ പോയിന്ന് നിന്റെ അമ്മച്ചി പറയാറില്ലേ? അത് നേരാ മോളെ. നിന്റെ അമ്മച്ചി പറയും പോലെ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് അടുപ്പം കാട്ടാനോ കല്യാണം മുടങ്ങി ദേഷ്യം തീർക്കാനോ അല്ല. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തണമെന്ന വിചാരവും അപ്പച്ചനില്ലായിരുന്നു. അറിയാം അപ്പച്ച, എന്നാ പറഞ്ഞാലും അപ്പച്ചന്റെ ഉള്ളിൽ അമ്മച്ചിയോട് സ്നേഹം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അപ്പച്ചൻ എന്നാത്തിനാ കത്രീനാമ്മയുടെ വീട്ടിൽ പോയെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അമ്മച്ചിയോട് വഴക്കടിക്കുമ്പോ അപ്പച്ചനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പച്ചനത് അറിയാം മോളെ. പക്ഷേല് അപ്പച്ചന്റെയും കത്രീനയുടെയും കല്യാണം മുടങ്ങിയത് എന്നാത്തിനാണെന്ന് ഇക്കാലം അത്രയും അപ്പച്ചൻ അറിയാൻ മേലായിരുന്നു. പഴയ കാലങ്ങൾ ഓർത്തെടുത്ത് മോളോട് കുമ്പസരിക്കുകയാണെന്ന് കരുതിക്കോ. എന്നതാണേലും മോളോട് പറയുമ്പോൾ അത്രയും സമാധാനം ഉണ്ടാവും. അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് പണ്ട് കല്യാണം മുടങ്ങിയത് എന്നാ കാരണത്താലാണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. കത്രീനയ്ക്കല്ലാതെ മറ്റാർക്കും അതിന് മറുപടി പറയാൻ പറ്റത്തില്ലെന്നും എനിക്കറിയാം. വർഷം കുറെ ആയിട്ടും കത്രീനയുടെ ഉള്ളിലെ പക ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് എല്ലാവർക്കും അറിവുള്ളതല്ലേ. കത്രീനെ കാണാൻ പോയത് അപ്പച്ചനെ വിഷമിപ്പിക്കുന്ന കാര്യത്തിന്റെ പൊരുളറിയാനായിരുന്നു. പക്ഷേ കത്രീന പറഞ്ഞത് കേട്ടപ്പോ അവര് ചെയ്ത ശരിയും തോന്നിപ്പോയി. എന്നതാ കത്രീനാമ്മ പറഞ്ഞേ? റോസ് എന്റെ മോളാണെന്ന്. പണ്ട് മൂന്നാറിൽ വെച്ച് അപ്പച്ചൻ അറിയാതെ പറ്റിയൊരു തെറ്റ്. അതിന്റെ പേരിൽ സ്വന്തം ജീവിതം കൊണ്ട് കത്രീന പ്രതികാരം തീർക്കുകയായിരുന്നു. എന്നതാ അപ്പച്ച ഞാൻ കേൾക്കുന്നേ? സത്യം തന്നെയാണോ ഇത്? സത്യം മോളെ, പകല് പോലെ സത്യം. എല്ലാം കത്രീൻ എന്നോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് അപ്പച്ചനെ കൊണ്ടൊരു സത്യവും ചെയ്യിച്ചു. എന്നതാ? ഇനി റോസിനെ കാണാൻ ചെല്ലുകയില്ലെന്നും പുറത്തിതാരോടും പറയുകയില്ലെന്നും. അറിയാതെ ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെയും കൊന്ന് അവരും മരിക്കുന്ന കത്രീന പറഞ്ഞത്. ജന്മം കൊണ്ടും ജീവൻ കൊണ്ടും പകരം വീട്ടുന്നവളാ കത്രീന. പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. മോളെ, എന്നതാ അപ്പച്ച? ഇത് നിന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടണം. ഇല്ലെങ്കിൽ അപ്പച്ചന്റെ വിറങ്ങലിച്ച് കിടക്കുന്ന ശരീരം മോള് കാണേണ്ടി വരും. കർത്താവിനെ സാക്ഷി നിർത്തി ഞാൻ അപ്പച്ചനോട് പറഞ്ഞല്ലോ, ഒരിക്കലും ഇത് പുറത്തറിയില്ല. സത്യം.